ഹായ്, ഇന്നിതാ ഒരു ചായപാത്രം, ഒരു ഓൾഡ് ചായപാത്രം. അപ്പോൾ ഇതിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് കത്തിക്കരിഞ്ഞതിന് ശേഷം ഇതിന് ഹോളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപേക്ഷിച്ചാണ്. അപ്പോൾ ഈ ഉപേക്ഷിച്ച ചായപാത്രം വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐഡിയ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമ്മുടെ ഓൾഡ് ചായപാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഹോളൊക്കെ വീണിട്ട് നമ്മൾ ഉപേക്ഷിച്ചതാണ്. പിന്നെ നമ്മൾ എടുത്തത് ഇതേപോലെയുള്ള കെട്ടുകമ്പിയാണ്. അപ്പോൾ നെയ്സ് കെട്ടുകമ്പിയാണ്. അത് നമ്മളൊരു 150 ഗ്രാം വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു 20 സെൻറ്റിമീറ്റർ നീളത്തിൽ വരുന്ന 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കെട്ടുകമ്പി നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ കെട്ടുകമ്പി 2 ഭാഗമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതൊന്ന് നിവർത്തി എടുക്കുന്നുണ്ട്. ആ നിവർത്തി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാത്രത്തിൻ്റെ പിടിയിൽ നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു കെട്ടുകമ്പി എടുത്തിട്ട് നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ അത് കെട്ടിയെടുക്കുന്നത്. ആ കെട്ടിയെടുത്ത് പ്ലെയർ കൊണ്ടൊക്കെ ടൈറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ കമ്പികൾ കൊണ്ട് നമ്മൾ ഇവിടെ, അതായത് മുകൾ ഭാഗത്തേക്കായിട്ട്, ചായപാത്രത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു ചില്ലകളോട് കൂടിയ മരം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കെട്ടുകമ്പിയിൽ നമ്മൾ ധാരാളം ചില്ലകളുള്ള ഒരു മരമായിട്ട് ഇതേപോലെ നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇത് നമുക്ക് വേണ്ടത് വാൾപുട്ടിയാണ്. അപ്പോൾ നമ്മളൊരു 300 ഗ്രാമോളം വാൾപുട്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ ഇതേപോലെയാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ കുഴച്ചെടുത്ത നമ്മുടെ പുട്ടി നമുക്ക് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ കമ്പിയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈ പിടി വരുന്ന, അതായത് നമ്മുടെ പാത്രത്തിൻ്റെ പിടി വരുന്ന ഭാഗത്തെ കമ്പിയിൽ മാത്രമേ നമ്മൾ ഇതേപോലെ ഈ പുട്ടി ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. പുട്ടി ഒട്ടിച്ചെടുത്ത ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു മരത്തിൻ്റെ സ്ട്രക്ചർ നമുക്കതിൽ കിട്ടണം, അതായത് തൊലിയോട് കൂടിയ മരത്തിൻ്റെ. ഇനി നമുക്ക് മരം നമ്മൾ ആ പിടിയിൽ നമ്മൾ മരത്തിൻ്റെ പുട്ടി ഒട്ടിച്ച് മരം പോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ വേരുകൾ, നമ്മുടെ പാത്രത്തിൻ്റെ സൈഡ് ഭാഗത്തേക്ക് നമുക്ക് വേരുകൾ ആയിന്നിറങ്ങുന്ന രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ ഈ വേരുകൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് പാത്രത്തിൻ്റെ പിടി വരുന്നത് പോലെ തന്നെ 2 മരങ്ങൾ ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് നമ്മളിത് ശരിയാക്കിയെടുത്തത്. പാത്രത്തിൻ്റെ 2 സൈഡിലേക്കും നമ്മൾ വേരൊക്കെ പടരുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പുട്ടിയൊക്കെ ഒന്ന് ഡ്രൈ ആവണം. ആ ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ പുട്ടിയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മളൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ
അലൂമിനിയം ഫോയിലാണ്. അലൂമിനിയം ഫോയിൽ എടുത്തതിന് ശേഷം നമ്മൾ ചെറിയ പീസുകളായി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കമ്പിയുടെ മുകളിലൊക്കെ നമ്മളത് ചുരുട്ടി എടുക്കുന്നുണ്ട്, അതായത് ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കമ്പിയുടെ മുകളിലൊക്കെ നമ്മൾ മുഴുവനായിട്ടും അലൂമിനിയം ഫോയിൽ ചുറ്റിയെടുത്തു. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ബ്ലാക്ക് സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബ്ലാക്ക് മാറ്റ് കളറാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതൊന്ന് സ്പ്രേ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ചെടുത്തു. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഡ്രൈ ആവും. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ പെയിൻറ്റ്. ഇനി നമ്മളിത് ഇതിൻ്റെ ഈ മരത്തിൻ്റെ ചില്ലകളുടെ മുകളിലൊക്കെ, മരത്തിൻ്റെ മുകളിൽ നമ്മളിതാ ഇതേപോലെ ഗോൾഡൻ കളർ നമ്മളൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ മരത്തിലും നമ്മൾ ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാത്രത്തിൻ്റെ സൈഡ് ഭാഗത്തേക്ക് കൊടുത്ത വേരുകളിലും നമ്മൾ ഈ ഗോൾഡൻ കളർ ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മരത്തിലും വേരിലൊക്കെ നമ്മൾ ഗോൾഡൻ കളർ ടച്ച് ചെയ്തെടുത്തു. ഇത് നമ്മൾ എടുക്കുന്നത് ഫോം ഷീറ്റാണ്. ഇത് ഗിൽട്ട് പതിപ്പിച്ച ഫോം ഷീറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച്, അതായത് നമ്മുടെ മരത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലീഫുകൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഗിൽട്ട് പതിപ്പിച്ച ഗോൾഡൻ കളർ ഫോം ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ മരത്തിന് വേണ്ടിയിട്ടുള്ള ലീഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ ചില്ലകളിലൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കും. ഇനി നമ്മൾ കുറച്ച് ഗോൾഡൻ കളർ മുത്തുകൾ എടുക്കുന്നുണ്ട്. അത് മരത്തിൻ്റെ ചില്ലുകളിൽ അവിടെ അവിടെ ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് പാത്രത്തിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചതിന് ശേഷം നമ്മൾ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ പീസ് ചുരുട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് നമ്മൾ ഇതേപോലെ ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മളൊരു ക്ലോക്കിൻ്റെ മിഷനും സൂചികളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ മിഷൻ നമുക്ക് പാത്രത്തിനുള്ളിലും അതേപോലെ തന്നെ സൂചികൾ പുറം ഭാഗത്തുമായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പം ക്ലോക്കിൻ്റെ മിഷനും സൂചികളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്കിതിൽ ബാറ്ററി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലോക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചുമരിലേക്ക് ഇത് തൂക്കാം.
അപ്പോൾ നമ്മുടെ ഓൾഡ് ചായപാത്രം കൊണ്ടുള്ള ക്ലോക്ക്. അപ്പോൾ ക്ലോക്ക് ആണ്. അതേപോലെ നമ്മളിവിടെ മരമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു കിടിലൻ ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഈ ക്ലോക്കിൻ്റെ മെഷീനൊക്കെ നമുക്ക് വാങ്ങാൻ വെറും 50 രൂപ മാത്രമേ വിലയുള്ളൂ. ആ മെഷീനും സൂചിയും എല്ലാം കൂടി 50 രൂപ മാത്രമേ വിലയുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ അടിപൊളിയായിട്ടുള്ളൊരു ക്രാഫ്റ്റ്, അതായത് ഒരു ക്ലോക്ക് നമുക്ക് നിർമ്മിച്ചെടുക്കാം. അപ്പോൾ ഓൾഡ് ചായപാത്രം കൊണ്ടുള്ള നമ്മുടെ ഈ ക്രാഫ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.